ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നലെ മുഴുവൻ മകനെ ചീത്ത പറഞ്ഞു. ഇന്ന് ആ പറഞ്ഞ ചീത്തയൊന്നും ഫലിക്കില്ലേ എന്ന് പറഞ്ഞ് ഭഗവാന് പോയി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. എന്തൊക്കെ ഞാൻ പറഞ്ഞാലും എന്റെ മകൻ അല്ലാതാവില്ലല്ലോ. ഞാനേ പെറ്റുപോയില്ലേ. ഞാനിവിടെ നിൽക്കാനായിട്ടാ വന്നത്. നിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. അത് നസീർക്കായ്ക്ക് എന്താ സംഭവിച്ചത്? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഇവിടെ അന്നേ ദിവസം നസീർക്ക വന്നെന്ന് എനിക്കറിയാം. ഞാൻ നസീർക്കനെ കണ്ടതുവാ. പിന്നെ എന്താണ് നസീർക്കയ്ക്ക് സംഭവിച്ചത്? അത് പിന്നെ ഞങ്ങൾക്കാർക്കും അവൻ എന്താ സംഭവിച്ചെന്ന് അറിയില്ല. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് പച്ചക്കള്ളാ. നസീർക്കയ്ക്ക് എന്താണ് സംഭവിച്ചെന്ന് നിങ്ങൾക്കറിയാം. അതറിഞ്ഞിട്ടേ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂ. എന്നിട്ടേ ഞാൻ പോവൂ. ആരാമേത്? ഇത് നമ്മുടെ അനൂപ് കല്യാണം കഴിച്ച പെണ്ണാ. ഇവള് 1-2 ദിവസം ഇവിടെ നിക്കാൻ വേണ്ടി വന്നതാ. വാമോളെ. ഗോപാലേട്ട, ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നു. മോള് വാ. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇവൾ ആരെ കുറിച്ചൊക്കെ തിരക്കുന്നത് കേട്ടല്ലോ. കടയിൽ ആൾക്കാരില്ലേ, നീ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്നേ? ആൾക്കാർ പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടില്ലേ? ശാന്തേ, നീ ആൾക്കാരെ വിളിച്ച് അകത്തേക്ക് പോ. കടയും തുറന്നു വെച്ച് തോന്നിയ പോലെ ഇറങ്ങി വന്നിരിക്കുക. നീ അവിടെ ഇരിക്കുമെന്ന് കരുതിയല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോന്നത്. എന്നിട്ട് എന്റെ പിന്നാലെ പോന്നേക്ക്. ഇങ്ങനെയൊക്കെയാണ് നിന്നെയൊക്കെ വിശ്വസിച്ച് എങ്ങനെ ഒരു കാര്യം ഏൽപ്പിക്കുന്നത്? ചെല്ലടി. എടാ, നിനക്ക് നിന്റെ അമ്മയുടെ കാര്യം അറിയാലോ. അവളുടെ സ്വഭാവം എങ്ങനെയാന്ന് അവക്ക് തന്നെ അറിയത്തില്ല. പിന്നെ എങ്ങനെയാടാ അവളെ കൊണ്ട് ഞാൻ പിറന്നാൾ സദ്യയുടെ കാര്യം പറഞ്ഞോണ്ട് അവിടേക്ക് കൊണ്ടുവരുന്നത്? അച്ഛാ, അമ്മ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? അമ്മ ശാലിനിയെ സ്വീകരിക്കുന്ന ഒരു ദിവസം അമ്മയുടെ മുന്നിൽ വരാൻ കാത്തിരിക്കാൻ ഞങ്ങൾ എല്ലാവരും. എനിക്ക് അമ്മയോട് ഒരു വഴക്കുമില്ല. ഇപ്പോ സ്നേഹം മാത്രമേ ഉള്ളൂ. അതിപ്പോ എനിക്ക് മാത്രമല്ല, ശാലിനിക്കും അങ്ങനെ തന്നെയാ. വഴക്ക് മുഴുവൻ അമ്മയ്ക്കാ. മോനെ, നിനക്കറിയാലോ നിന്റെ അമ്മയുടെ സ്വഭാവം. എടാ, നമുക്കത് മാറ്റിയെടുക്കാൻ ആവത്തില്ല. അമ്മയുടെ രീതിക്ക് അനുസരിച്ചേ നമുക്ക് മാറാനേ സാധിക്കത്തുള്ളൂ. അച്ഛൻ, നിനക്കേ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഞാനിവിടെ എന്റെ ഇഷ്ടത്തനുസരിച്ചൊന്നും അല്ല ജീവിക്കുന്നത്, നിന്റെ അമ്മയുടെ ഇഷ്ടത്തനുസരിച്ചാ. എടാ, ഞാനിവിടെ ഒരു പാവയാടാ. അവളുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങളും ഒപ്പം നിന്ന് ഞാൻ കൂടെ നിന്ന് തലയാട്ടുന്നൊരു പാവയാ. നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല അച്ഛൻ പറയുന്നത്. അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. എന്നിട്ട് കൂടെ നിൽക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ ആ കൈവിട്ടുപോയ ജീവിതേ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് ശ്രമിക്ക്. എടാ മക്കളെ, അച്ഛൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടച്ചാ. അച്ഛാ, അങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ മുന്നോട്ട് പോകുന്നേ. പിന്നെ പിറന്നാൾ സദ്യ ഉണ്ണ അച്ഛൻ വരുമോ? അപ്പം ഞാൻ ശാലിനിക്ക് കൊടുക്കാം. അച്ഛൻ തന്നെ നേരിട്ട് പറയും. അച്ഛൻ അച്ഛാ പറമോളെ.
അതെ, നേരത്തെ തന്നെ സത്യാമ്മ അച്ഛനും കൂടി വരണേ. ഞങ്ങളിതേ കാത്തിരിക്കുക. അതുകൊള്ളാം. അമ്മയുടെ കാര്യം എനിക്കറിയത്തില്ല. ഞാൻ വരെ നോക്കാം. നോക്കാന്നോ? എന്താ അച്ഛാ, ദേ അങ്ങനൊന്നും പറഞ്ഞ പറ്റില്ലേ? അച്ഛനൊക്കെ വരുമെന്ന് പറഞ്ഞോണ്ട് മക്കളിതേ സന്തോഷത്തിലിരിക്കുക. അവരെ ഇനി പറഞ്ഞു ചുമ്മാ വിഷമിപ്പിക്കല്ലേ. അത് മോളെ, പിന്നെ ഞാൻ ദേ അച്ഛനോട് സദ്യ ഉണ്ണാൻ വരാൻ പറഞ്ഞേ. അച്ഛച്ചാ, ദേ പറഞ്ഞ പറ്റിക്കരുതേ, ഞങ്ങൾ കാത്തിരിക്കും. ഇനി തന്നെ സത്യാമ്മയും കൂട്ടണേ. മോളെ, അച്ഛന്റെ പെരുന്നാളായിട്ടേ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? അത് പിന്നെ വേണം മക്കളെ, വേണം. അച്ഛൻ വരാൻ കേട്ടോ. ശരി മക്കളെ, എന്നാ അച്ഛൻ പിന്നെ വിളിക്കാം കേട്ടോ. ഹലോ അച്ഛച്ചാ, ഹലോ. കട്ടായമ്മേ. വിഷ്ണുട്ടാ വരാതിരിക്കില്ല. ഇന്നലെ മുഴുവൻ മകനെ ചീത്ത പറഞ്ഞു. ഇന്ന് ആ പറഞ്ഞ ചീത്തയൊന്നും ഫലിക്കില്ലേ എന്ന് പറഞ്ഞ് ഭഗവാൻ പോയി പ്രാർത്ഥിക്കാൻ പോയതായിരിക്കും. എന്തൊക്കെ ഞാൻ പറഞ്ഞാലും എന്റെ മകൻ അല്ലാതാവില്ലല്ലോ. ഞാനേ പെറ്റുപോയില്ലേ, ഒരമ്മയുടെ കടമ നിർവഹിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ അവൻ ക്ഷണിച്ച വീട്ടിൽ ചെന്ന് അവന്റെ പിറന്നാൾ സദ്യയിൽ പങ്കുകൊള്ളുകയായിരുന്നു വേണ്ടത്. അതാ ഒരമ്മയുടെ കടമ. മോനോടുള്ള സ്നേഹം കാണിക്കേണ്ടതുവേ അങ്ങനെയൊക്കെ തന്നെ. എനിക്കേ നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശമൊക്കെ മനസ്സിലായി. എന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് നിങ്ങളുടെ മരുമകളുടെ മുന്നിൽ നിർത്തണം. എന്നിട്ട് അവള് വെച്ച ഭക്ഷണം എന്നെ കൊണ്ട് കഴിപ്പിക്കണം. ദേ, നിങ്ങൾ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ എന്നെ അവളുടെ കാൽച്ചുകൂട്ടിൽ എത്തിക്കാന്ന്? നിന്നോട് പറഞ്ഞു ജയിക്കാനേ ഞാനാളല്ല. കാരണേ ഒരു രീതിയിൽ ഒത്തുപോകാനേ നിനക്ക് സാധിക്കത്തില്ല. നിന്റെ മനസ്സ് നിറയെ ശാലിനിയോടുള്ള വെറുപ്പും വിദ്വേഷവുമാ. അതെന്ന് തീരുന്നോ അന്നേ നിനക്ക് അവളെ നല്ല ഇഷ്ടത്തോടെ കാണാൻ പറ്റൂ. ഞാൻ ഇതുവരെ ജീവിച്ചത് എങ്ങനെയാണോ അതുപോലെ മുന്നോട്ട് പോകാനേ എനിക്ക് കഴിയൂ. എന്നെ തിരുത്താൻ ഒരാളെയും ഞാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല. അതിനുവേണ്ടി ആരും മെനക്കെടുകയും വേണ്ട. പൊന്നി, നീ എന്താ വൈകിയത്? ഇല്ല സത്യാമ്മേ, പറഞ്ഞ സമയം ആകുന്നല്ലേ ഉള്ളൂ. ദേ, ഞങ്ങളിപ്പോ സെയിലിന് പോവും. ഒരിടത്തേക്കും പോയേക്കരുത്. ഇവിടെ തന്നെ ഉണ്ടാവണം. പറഞ്ഞത് കേട്ടോ, ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന്.